ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓ, ഇന്ന് ജോണിന്റെ ആണ്ടായിരുന്നു അല്ലേ? അതേച്ചോ, ആ നശിച്ച രാത്രിയുടെ ഓർമ്മ പുതുകൽ. മീര ഇന്ന് റിലീസായി അല്ലേ? അതേച്ചോ, നീണ്ട 12 വർഷം. ഇന്നിപ്പോൾ ഞാൻ എല്ലാവരുടെയും മുന്നിൽ സ്വന്തം ഭർത്താവിനെ കൊന്ന സ്ത്രീയായി. പക്ഷെ അന്ന് എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവൻ്റെ പാതിയായിരുന്നു. അമ്മ വിഷമിക്കാതെ, വേർപാടുകളെന്നും വേദന തന്നെയാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഇനി ആലോചിച്ചിട്ട് എന്തിന്? അന്ന് എനിക്ക് എൻ്റെ ചാച്ചനെ നഷ്ടപ്പെട്ടു, എങ്കിലും അതിൻ്റെ വേദന അറിയാതെയാണ് ഞാൻ വളർന്നത്. മോനെ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. പ്രത്യാശയോടെ ജീവിക്കൂ, അതല്ലേ വേണ്ടത്. ശരി അച്ചോ. കുത്തിയിരുന്ന് വരച്ചോ, കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നേ. അതെങ്ങനെ അപ്പനെ കണ്ടല്ലേ പഠിക്കുന്നത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്തെങ്കിലും കൂസലുണ്ടോ അവന്? എന്ത് തീയും കരിയും പുകയും കൊള്ളാൻ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ. ആർക്കെങ്കിലും എന്തേലും അറിയണോ? ഞാനങ്ങ് വന്നോണ്ടല്ലോ. വരുവാണാവേ ഓപ്പേ. ഓ, സന്തോഷം. എന്റെ പൊന്നാശാനെ എന്നും ഇങ്ങനെ തന്നെയാണോ? നോക്കിയിരുന്നു മടുത്തല്ലോ. കടയും കോപ്പൊക്കെ അടയ്ക്കാതെ വരാൻ പറ്റൂടാവേ. നിങ്ങളെ പോലെയാണോ പെണ്ണുമ്പിള്ളയും പരാധീനങ്ങളൊക്കെ ഇല്ലേ? ആ ശരി, ക്ഷമിച്ചിരിക്കുന്നു. സാഷ്ടാംഗം വണങ്ങുന്നു. നീ നിങ്ങൾ തമ്മിൽ വഴക്കൂടാണ്ട് പറഞ്ഞ ഒഴിച്ചുകൂടാ. കൊണ്ടാകണം. എടാ ജോണേ, നിനക്ക് ഇപ്പൊ തന്നെ പൂസാണ്. അതെ, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. നമ്മളെ വിളിക്കാത്ത മോശമായി പോയിട്ടോ. ഞങ്ങള് അന്വേഷിച്ചു വരേണ്ടി വന്നു. ഞാൻ വിളിച്ചായിരുന്നു, ഫോൺ എടുത്തില്ല. അലക്സേ, വന്നോ? ഇന്ന് 4 കാലത്ത് തന്നെയാണല്ലോ വരവ്. ആണ്ടെ, മകൻ കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒപ്പിട്ട് കൊടുക്കും. എന്നെന്നാ കാണിക്ക്. നിങ്ങളിങ്ങനെ കുടിച്ചു നടന്നു, ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ട. അതിനും എന്നെ പറഞ്ഞാ മതിയല്ലോ. മതിന്നേ.
ഇച്ചായ, ഓ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെന്തായാലും ഇച്ചിരി കൂടിപ്പോയിട്ടോ. അതെങ്ങനെയാ, സ്വബോധം വല്ലതും വേണ്ടേ? അതൊക്കെ പോട്ടെ, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. അതെങ്കിലും ഓർമ്മയുണ്ടോ? ഓ ശരിയാണല്ലോ, ഞാനത് മറന്നു. ഇന്ന് എന്തായാലും ഒന്ന് പള്ളിയിൽ പോകണം. ഇച്ചായന് ഒരു മാറ്റമൊക്കെ വേണ്ടേ? മോനെ, ചാച്ചൻ ഇന്ന് മുതൽ കുടിയൊക്കെ നിർത്തി നന്നാവാൻ തീരുമാനിച്ചു. എൻ്റെ മോൻ നന്നായി പഠിക്കണം. ഈ പറയുന്ന രീതി തന്നെ വൈകിട്ടും കണ്ടാൽ മതി. ഇല്ല മോളെ, ഈ ചാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞ നമുക്കും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ. നിങ്ങൾ വേഗം റെഡിയാവാ. അമ്മേ, നമുക്ക് കേക്ക് മേടിക്കണ്ടേ? അത് നമുക്ക് അവിടെ ചെന്നിട്ട് ഇച്ചാനോട് പറയാം. പാ കരുണാമയനേ 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 കനിവിൻ നിറവേ, ഇരുളിലുണരുമൊരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയുന്നു. ഇരുളിലുണരുമൊരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയുന്നു. മഞ്ഞു പെയ്യുമീ താഴ്വരയിൽ ഇളവെയിലു തോൽക്കുമീ വഴിയരികിൽ. പെയ്യുമീ താഴ്വരയിൽ ഇളവെയിലു തോൽക്കുമീ വഴിയരികിൽ. ഇട ചൊല്ലി മോഹമായി നിൽക്കുന്നു വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങലുകൾ, വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങലുകൾ. കരുണാമയനേ 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 കനിവിൻ നിറവേ. അകലെ വാനിൽ തെളിയും മേഘം കരിനിഴൽ നീർത്തി പെയ്തൊഴിയുമ്പോൾ. അകലെ വാനിൽ തെളിയും മേഘം കരിനിഴൽ നീർത്തി പെയ്തൊഴിയുമ്പോൾ. നൊമ്പരമണയാത്തരാവിൻ്റെ മാറിൽ, നൊമ്പരമണയാത്തരാവിൻ്റെ മാറിൽ നിൽക്കുന്നു നാഥ നിന്നെ തേടി. നിൽക്കുന്നു നാഥ നിന്നെ തേടി. നെടുവീർപ്പിൻ ചൂടേറ്റുറങ്ങാത്ത ബാല്യം, നെടുവീർപ്പിൻ ചൂടേറ്റുറങ്ങാത്ത ബാല്യം. വീണുറങ്ങും നിന്നേകനാ, വീണുറങ്ങും നിന്നേകനാ. വരവേൽക്കൂ വരവേൽക്കൂ നോവിൻ വഴിയിൽ. നീ തുറന്നൊരാ സ്വർഗവാതിൽ പടിയിൽ, നീ തുറന്നൊരാ സ്വർഗവാതിൽ പടിയിൽ. പ്രപഞ്ച സത്യമേ പ്രപഞ്ച സത്യമേ, നാഥാ നീയാണവലംബം, നാഥാ നീയാണവലംബം,
നാഥാനിയാണവലംബം നാഥാനിയാണവലംബം കരുണാമയനേ 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 തിരുഹൃദയത്തിൻ മുൻപിൽ എരിയുന്ന മെഴുതിരിനാടമായി തിരുഹൃദയത്തിൻ മുൻപിൽ എരിയുന്ന മെഴുതിരിനാടമായി ഇരുളിൽ മറഞ്ഞൊരു കണ്ണുനീർത്തുള്ളി ഇരുളിൽ മറഞ്ഞൊരു കണ്ണുനീർത്തുള്ളി പൊഴിയൊന്നും മറപ്പടിവാതിലിൽ പൊഴിയൊന്നും മറപ്പടിവാതിലിൽ തിരികെ വിളിക്കുന്നു നേർത്തൊരു നാദം കാണാതകലും ഒരു സ്വപ്നം കാണാതകലും ഒരു സ്വപ്നം അണയൂ അണയൂ നാഥ അരികെ ഇരുളിൻ വഴിയിൽ നീ അണയൂ സ്നേഹസ്വരൂപ നീ അണയൂ സ്നേഹസ്വരൂപ നീ അണയൂ പ്രപഞ്ച സത്യമേ പ്രപഞ്ച സത്യമേ നാഥാനിയാണവലംബം 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 കരുണാമയനേ കരുണാമയനേ ഇരുളിലുണരുമൊരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും ഇരുളിലുണരുമൊരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും മഞ്ഞു പെയ്യുമീ താഴ്വരയിൽ ഇളവെയിലു തോൽക്കുമീ വഴിയരികിൽ മഞ്ഞു പെയ്യുമീ താഴ്വരയിൽ ഇളവെയിലു തോൽക്കുമീ വഴിയരികിൽ ഇട ചൊല്ലി മോഹമായി നിൽക്കുന്നു വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങലുകൾ വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങലുകൾ കരുണാമയനേ കനിവിൻ നിറവേ കരുണാമയനേ കനിവിൻ നിറവേ ആ മീര ജോണിൻ്റെ ഓർമ്മ ദിവസമായിട്ട് ഇന്ന് പള്ളി പോയില്ലേ? അതെ ഏട്ടാ, പോയിട്ട് വന്നോ. അലക്സ്, ഇന്നെന്താണ് പ്രോഗ്രാം? ഇന്നൊരു സെമിനാറുണ്ട് ഇവിടെ വെച്ച്. എന്ത് പ്രോഗ്രാമാ അലക്സേ? യുവ 2023 യുവാക്കളുടെ ഒരു പ്രോഗ്രാമാണ്. ഓ, ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണല്ലേ? വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം കൊടുത്തിട്ട് വാ. അതെ അതെ, അലക്സിൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണല്ലോ. അലക്സേ, അവറാച്ചൻ നിന്നെ കാണാത്തതുകൊണ്ട് ഇന്നലെ മുതൽ അന്വേഷിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പൊക്കോ. ഓക്കെ ഏട്ടാ, ഞാൻ കണ്ടോളാം. അമ്മേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ പോയിട്ട് വരാം. അപ്പച്ചാ, എന്താ ഒരു സങ്കടം? എന്താണെങ്കിലും എന്നോട് പറ. ഒന്നുമില്ല മോനെ, ഓരോന്നാലോചിച്ചപ്പോൾ ഉള്ളിൽ നിന്നൊരാന്തൻ. ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാ. ഞാനൊരു സാധനം തന്ന മോനത് അവൾക്ക് കൊടുക്കാൻ പറ്റുമോ? പണ്ട് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് എൻ്റെ മോൾക്ക് മലബാർ മുട്ടായി മേടിക്കാൻ അപ്പച്ചൻ പൈസ കൊടുത്തു. എൻ്റെ മോള് മിഠായി മേടിക്കാതെ ഒരു മോതിരം മേടിച്ച് എൻ്റെ വിരലിലിട്ടു. അത് നിധി പോലെ ഇന്നും ഞാൻ സൂക്ഷിക്കും. വയസ്സായപ്പോ എന്നെ വേണ്ടാതായെങ്കിലും എനിക്ക് അവളെ മറക്കാൻ പറ്റുമോ? അപ്പച്ചനെ കുപ്പായൊക്കെ ഒന്ന് മാറും. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ? ഉഷാറാവ്. നമുക്ക് പുറത്തൊക്കെ പോയി
കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു വരാം. എന്താ അലക്സ് പ്രത്യേകിച്ച്? അപ്പച്ചൻ എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല. അവറാച്ചൻ ചേട്ടൻ ചെറിയ വിഷമത്തിലാണ്. ഓ, ഇന്ന് റോസിന്റെ ബർത്ത്ഡേ അല്ലേ. റോസ് പണ്ട് വാങ്ങിക്കൊടുത്ത ഒരു മോതിരവും പിടിച്ച് കുറെ കരഞ്ഞു. പാവം. പറഞ്ഞിട്ട് കാര്യമില്ല അലക്സേ. ഏതൊരു അച്ഛനും തോന്നും. വർഷങ്ങളായില്ലേ കണ്ടിട്ട്. സ്വാഭാവികം. അലക്സേ, എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അവൾ സമ്മതിച്ചാൽ വന്നേക്കാം. ഓക്കെ ഓക്കെ, സംസാരിച്ചു നോക്ക്. എടി റോസേ, ഇങ്ങ് വന്നേ. എന്താ? എടി, അലക്സ് വിളിച്ചായിരുന്നു ദിവ്യശാലത്തിൽ നിന്ന്. എൻ്റെ അപ്പച്ചൻ എന്തോ മൂഡ് ഓഫ് ആണ്. അതിന് ഞാനെന്ത് ചെയ്യണം? എന്തൊരു വാശിയാടി ഇത്. എന്തൊക്കെയായാലും നിനക്ക് ജന്മം തന്ന മനുഷ്യനല്ലേ. ജന്മം തന്നുള്ളത് ശരി തന്നെയാ. കള്ളു അടിച്ച് കുടുംബം നശിപ്പിച്ച മനുഷ്യൻ. എന്തെങ്കിലും ആട്ടെ, ഇപ്പൊ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ടാവും. ആ, അത് വിട്. എന്തായാലും ഒരാഴ്ച കൂടിയല്ലേ നമ്മളിവിടെ ഉള്ളൂ. അലക്സ് വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാനും പറ്റില്ല. എന്നാൽ നിന്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹത്തിനൊരു സ്വർണ്ണമോതിരെങ്കിലും മേടിച്ചിട്ട് കൊടുക്കുന്നു. യുവജന സംഗമ വീതിയിലുണരും പുതിയൊരു ശങ്കുലിനാദം. ഇരുളിലലഞ്ഞൊരു യുവതയിലുണരും പുതിയൊരു സംഗമഗാനം. ആ ആ ആ ആ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, നാളെയുടെ പ്രതീക്ഷകളായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, യുവ 2023 എന്ന പേര് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഉറച്ച സാമൂഹ്യബോധവും രാഷ്ട്രബോധവുമുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും കടന്നുകയറ്റവും ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വൻ വിപത്താണ്. സ്കൂൾ വിദ്യാർത്ഥിനികൾ വരെ ഇന്നതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് യുവാക്കളായ നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അച്ഛൻ്റെ മദ്യപാനം കൊണ്ട് അനാഥമാകുന്ന കുടുംബങ്ങൾ, മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാതാപിതാക്കൾ, ലഹരി തലയ്ക്ക് പിടിച്ചാൽ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ കൊല്ലാൻ മടിക്കാത്ത ഒരു വിഭാഗം യുവതലമുറ. When I was in the age of 11, I became an orphan. ഇതിവിടെ പറയുവാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല. കാരണം വൃദ്ധസദനത്തിലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹവും കരുണയും കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ, എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക, ലക്ഷ്യം കാണുന്നതുവരെ യത്നിക്കുക. ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവനവരിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല ഒരാളുടെ വ്യക്തിത്വം. അത് ചുറ്റുമുള്ള സമൂഹത്തിലേക്കും അതിനപ്പുറമുള്ള ലോകത്തിലേക്കും കവിഞ്ഞൊഴുകേണ്ടതാണ്. നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം അല്പനേരം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്.
ഈ സന്ദേശമാണ് യുവ 2023യിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ബിലീവ് ഇൻ യുവർ സെൽഫ്, ബി കൈൻഡ്, കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. താങ്ക് യു വെരി മച്ച്. ഈ അപ്പച്ചൻ എന്റെ മോളെ കണ്ടിട്ട് എത്ര നാളായി. അപ്പച്ച വന്നിട്ട് ഫുൾ ബിസി ആയിരുന്നു. ആകെ 1 മാസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ കാനഡയ്ക്ക് പോവുകയും വേണം. കരയണ്ട മോളെ. റോസേ, നീ കൊച്ചിന് വണ്ടിയിലേക്ക് ഇരുന്നു. ആ. അമ്മയുണ്ടല്ലോ അവിടെ. ശരി. അതെ അപ്പച്ച, കാലാവസ്ഥ പിടിക്കാഞ്ഞിട്ടാ. അവിടെ ഭയങ്കര തണുപ്പല്ലേ? ഇതിനിടയിൽ കൊച്ചുമോളുടെ പേര് ചോദിക്കാം. അപ്പച്ച, ഐറിൻ. ഇതെടുക്കാൻ മറന്നു. ആ, ഞാനും മറന്നു. അപ്പച്ച, ഞങ്ങൾ അപ്പച്ചനെ കൂട്ടാൻ വന്ന. ഒരാഴ്ച വീട്ടിൽ വന്നേക്ക്. അലക്സ് രാവിലെ വിളിച്ചിരുന്നു. അതിനെന്നാ അപ്പച്ച, ഒരാഴ്ച അവരോട് പോയി നിന്നിട്ട് വാ. വേണ്ട മോനെ, ഞങ്ങൾ ഏതായാലും കുറച്ച് ബിസി ആയിരിക്കും. അപ്പച്ചൻ വേണേ ഒരാഴ്ച വന്നു നിന്നു. നിങ്ങളുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ അപ്പച്ചനൊരു സ്ഥാനവുമില്ല. എന്നെ പ്രതീക്ഷിച്ച് അവിടെ കുറെ ആളുകളുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ ജന്മങ്ങൾ. ഈ അപ്പച്ചനെ പോലെ ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ. അപ്പച്ചനെ നിങ്ങൾ ഉപേക്ഷിച്ചതല്ല എന്ന് ഈ അപ്പച്ചനറിയാം. ഞാൻ തന്നെയായാൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്നുള്ള പേടി കൊണ്ടല്ലേ. അതൊരു കുഴപ്പമില്ല. അപ്പച്ചനെ ഞങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടല്ല, അവസ്ഥ ഇതായിപ്പോയില്ല അപ്പച്ച. എന്ത് ചെയ്യാൻ പറ്റും? മോനെ, അപ്പച്ച, അപ്പച്ച, ആ പഴയ മോതിരം മാറ്റി ഈ മോതിരം ഇട്ടോ. ഇന്ന് വാങ്ങിച്ചാ. കാലം എണ്ണിക്കഴിയുന്ന ഈ അപ്പച്ചൻ എന്തിനാ മോനെ സ്വർണ്ണമോതിരം? ആ, ഇതെന്റെ കുഞ്ഞുമോൾക്ക് മോൻ കൊടുക്കണം. അവള് വലുതാവുമ്പോ ഇത് അപ്പച്ചൻ തന്നതാണെന്ന് പറയണം. പക്ഷെ ഈ അപ്പച്ചന്റെ കഥ അവളോടൊരിക്കലും നിങ്ങൾ പറയരുത്. കാരണം എന്റെ അവസ്ഥ എന്റെ മക്കൾക്ക് വരരുത്.